ആ വഖഫ് ബോർഡിൽ ഇരുത്താൻ ഈ രാജ്യത്ത് സാമുദായിക രാഷ്ട്രീയം കൈയാളുന്ന അധികാര ഭരണമുള്ള കാലത്ത് ഒരിക്കലും അനുവദിച്ചില്ല. 960 മുതൽ 80 വരെയുള്ള നീണ്ട കാലയളവിൽ 99% വരുന്ന വഖഫ് ബോർഡിന്റെ അധിപരായ സുന്നികളെ, ആ സുന്നികളിൽ നിന്ന് ഒരാളെപ്പോലും നോമിനിയായി എടുക്കാതെ വഖഫ് ബോർഡ് മുന്നോട്ട് പോയി. ആ കാലത്താണ് കോഴിക്കോട് സിറ്റിയിൽ സുന്നികൾക്ക് 10ഓളം വഖഫ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടത്. അല്ലേ? ഇവിടെ വഖഫ് ആധാരം അന്യാധീനപ്പെടുന്നു എന്ന ആശങ്കയാണ്. കൂട്ടരെ, വഖഫ് മുതലുകൾ അന്യാധീനപ്പെട്ട കാലം ഇപ്പോഴല്ല, നിരീശ്വരവാദി ചെയർമാനായതിന്റെ ശേഷമല്ല, അതിന്റെയും മുമ്പ് സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ നോമിനി വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന കാലത്താണ്. അറബിയിൽ ഖുതുബ ഓതാനും പെണ്ണ് വരാത്ത ജുമ നടത്താനും വേണ്ടി കോഴിക്കോട് നിർമ്മിച്ച 10 പള്ളികൾ അന്യാധീനപ്പെട്ട് അതിന് വിരുദ്ധമായ താൽപര്യങ്ങൾ ആ പള്ളിയിൽ പ്രാവർത്തികമാക്കുന്ന സാഹചര്യം വന്നത്. 80 വരെ ശംസുൽ ഉലമ അത് സഹിച്ചു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സഹിച്ചു. അവസാനം ശംസുൽ ഉലമ പൊട്ടിത്തെറിച്ചു. ഇനിയും നിങ്ങളുടെ ഈ അവഗണന അനുവദിക്കുകയില്ല. സുന്നികളെ പരിഗണിക്കില്ലെങ്കിൽ അവരെ പരിഗണിക്കാനുള്ള വഴി ഞങ്ങൾ ആലോചിക്കുമെന്ന് ശംസുൽ ഉലമ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഈ സമുദായത്തെ മാറ്റി ചിന്തിപ്പിച്ചു. അങ്ങനെയാണ് 980-ൽ ഇ.കെ. നായനാർ അധികാരത്തിൽ വരുന്നത്. ഇത് മാർക്സിസ്റ്റ് മൗലൂദാന്ന് ആരും കരുതണ്ട. ഞങ്ങൾ CPM-മാരാണ് കരുതണ്ട. കരുതി ഞങ്ങളെ നിലപാടും നയവും വെള്ളത്തിൽ ഒലിച്ചു പോകില്ല. ഞങ്ങളതൊക്കെ സുചിന്തിതമായ നിലപാടിൽ അടിത്തറയിട്ടതാണ്. ഇരിക്കട്ടെ, അന്ന് 1980-ൽ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയാവുകയാണ്. 60 മുതൽ 80 വരെ സുന്നികളോട് നടത്തിയ കാലത്തപൂർണമായ അവഗണന സത്യധാര പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? കഴിഞ്ഞ കാലങ്ങളിൽ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാർ സമുദായത്തെയും സമുദായ രാഷ്ട്രീയത്തെയും ഹൈജാക്ക് ചെയ്ത് മുതലെടുപ്പ് നടത്തുകയായിരുന്നു. അല്ലേ? പാവം സുന്നികൾ എന്ന് പറഞ്ഞ് വിലപിക്കാനല്ല ശംസുൽ ഉലമ പഠിപ്പിക്കുന്നത്. ആണത്തത്തോടെ പ്രഖ്യാപനം മുഴക്കി. ആ പ്രഖ്യാപനം നെഞ്ചുറപ്പുള്ള സുന്നികൾ ഏറ്റെടുത്തു. സാക്ഷാൽ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായി. അല്ലേ? അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് അംസാക്ക ജയിച്ച് ആദ്യം മർക്കസ് പോയ മാതിരി അന്ന് മർക്കസ് അത്ര പ്രസിദ്ധമല്ലാത്തത് കൊണ്ട് ഇ.കെ. നായനാർ അന്ന് വലിയൊരു സ്വാലിയായ സൽക്രമം ചെയ്ത്. അതെന്താണ്? വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിനെടുത്തു. അതുവരെ ഇ.കെ. ഉസ്താദിനെടുത്തില്ല. എന്നിട്ടോ ഇ.കെ. ഉസ്താദിനെ വഖഫ് ബോർഡിലെടുത്തു. അങ്ങനെ എടുത്തത് എന്തുകൊണ്ടാ? ഇ.കെ. ഉസ്താദും ഇ.കെ. നായനാരും കുടുംബക്കാരായിട്ടല്ല. ഇ.കെ. ഉസ്താദിന്റെ കയ്യിൽ സുന്നി വഖഫിന്റെ സ്വാധീനമുണ്ട് എന്ന് നായനാർക്ക് തിരിഞ്ഞു, മുസ്ലിം ലീഗർക്ക് തിരിഞ്ഞില്ല. നിങ്ങളെ ഈ അസുഖാണ് ലീഗിനെ മണ്ണ് തോണ്ടിക്കണത്. അത് മനസ്സിലാക്കിക്കോളി. തിരിയേണ്ടത് തിരിയണം. അല്ലേ? ചുരുങ്ങിയത് അവനാന്റെ ബിനാമികളായ ചേളാരിക്കാരോട് ഇലക്ഷൻ ടൈമിൽ ഈ പൊല്ലാപ്പിന് പോണ്ടെന്ന് പറഞ്ഞൂടെ? ഞങ്ങളാണെങ്കിലോ നിങ്ങൾ തന്ന ചായയൊക്കെ കുടിച്ചപ്പോ വോട്ട് ഇങ്ങക്കാണ് അമർത്തി ചെജ്ജാന്ന് കരുതി നിൽക്കുന്ന ടൈം. ആ ടൈമിലാ ഞങ്ങളുള്ളേ. ഈ ടൈമിൽ ഈ പൊല്ലാപ്പിന് പോണോ? സഹോദരന്മാരെ നോക്ക് നിങ്ങൾ. അങ്ങനെ ഇവിടെ ഇ.കെ. നായനാർ എടുത്തപ്പോ ഇന്ന് കെ.വി. അബ്ദുൽ ഖാദറിനെ നിരീശ്വരവാദിയാക്കിയെങ്കിൽ അന്ന് ശംസുൽ ഉലമനെ ചന്ദ്രിക ആക്കിയതുപോലുണ്ട്. എന്താണ്? വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കപ്പെട്ട വഖഫ് ബോർഡിന്റെ റിപ്പോർട്ട് പിറ്റേ ദിവസം ചന്ദ്രികയിൽ വരിക. അങ്ങനെ ചന്ദ്രികയിൽ വന്നു. സുന്നിയല്ലാത്ത മറ്റു വിഭാഗങ്ങളുടെ പണ്ഡിതന്മാരെയും പ്രതിനിധികളെയും ഒക്കെ മാന്യമായി എഴുതി വെച്ചു. അതേ സമയത്ത് ശംസുൽ ഉലമയെ വഖഫ് ബോർഡിലെടുത്തു എന്നത് എഴുതാൻ വേണ്ടി ചന്ദ്രിക ഉപയോഗിച്ച സിലബസ് എന്താ? ആജീവനാന്ത ലീഗ് വിരോധിയായ ഒരു പണ്ഡിതനെയും വഖഫ് ബോർഡിലെടുത്തു. അല്ലേ? അവനവന് കഴിയില്ലെങ്കിൽ, അവനവന് ഒക്കൂലെങ്കിൽ. അങ്ങനെയാണല്ലോ മഅദനി തലേ ദിവസം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നത് വരെ മഅദനി തീവ്രവാദിയല്ല. അതേ സമയത്ത് പിന്തുണ കൊടുത്ത് അന്ന് സുബൈക്കരിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടിന്റെ പ്രസ്താവന മഅദനി വല്ലാത്ത ഭീകരവാദിയാണ്. അതേ പിറ്റേ ദിവസം കുഞ്ഞാലിക്കുട്ടിയും മഅദനിന്റെ ഒപ്പമുള്ള ഭീകരവാദി നിൽക്കുന്ന ഫോട്ടോ, അതോടുകൂടി പിന്നെ ആ വർത്താനം തന്നെ അല്ലാതെയായി. ഇതൊക്കെയാണ് രാഷ്ട്രീയം. നയനിലപാട് ദീർഘദൃഷ്ടിയോടുകൂടെ സ്വീകരിക്കണം. ഞങ്ങൾക്ക് അതൊക്കെ ഇടതും വലതും അതിന്റെ ഇടയിലുള്ളതും ഒക്കെ ഞങ്ങൾക്ക് കണക്കാണ്. ഞങ്ങളെ കാര്യങ്ങൾ വിശദീകരിക്കും. അങ്ങനെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ആ കാലത്ത് ലീഗിന്റെ തെറ്റായ നിലപാടിനെ എതിർത്തപ്പോ ഇന്ന് എ.പി. ഉസ്താദിനെ പറഞ്ഞതുപോലുള്ള വർത്താനൊക്കെ ഇ.കെ. അന്ന് പറഞ്ഞു.
അല്ലേ? നിങ്ങൾ വെറുതെയാന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരുകൊണ്ട് അഖിലേന്ത്യയാണ്. പണ്ട് കാലത്തൊക്കെ UP ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ കോട്ടിട്ട മനുഷ്യന്മാരുണ്ടേനി. ഇപ്പൊ അതുമില്ല കേരളത്തിന്റെ പുറത്ത്. പോകട്ടെ, ഇപ്പോ തങ്ങൾ പാപ്പാനെയൊക്കെ കുത്തിറുപ്പുന്നതുകൊണ്ട് AP ഉസ്താദിന്റെ അടുത്തേക്ക് വിളിച്ചാ വരുന്നതുകൊണ്ട് മട്ടാഞ്ചേരിയിലൊരു ഇബ്രാഹിം കുഞ്ഞിങ്ങനെ തെക്കൻ ഭാഗത്ത് തട്ടിത്തടിയുന്നുണ്ട് എന്നല്ലാതെ ആ ഭാഗത്തൊരു ലീഗാരം വേറെ ആരാ ഉള്ളത്? ഇനിയോ മലബാറിലെങ്കിലും പൂളക്കൊമ്പ് നിർത്തിയ ജയിച്ചിന 2 സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റിന്റെ കഥപ്പറ്റ ഏതെങ്കിലും ലീഗർക്ക് കടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ആദരണീയരായ പാണക്കാട് തങ്ങളുപ്പാപ്പ അറിയിക്കുന്ന ആദരവ് വകവെച്ച് താങ്കളുടെ മകൻ ഇവിടെ ഈ ക്രൂരമായ പരിപാടിയിൽ പങ്കെടുത്ത് വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ചോദിക്കാം, സാക്ഷാൽ സുന്നികളുടെ വോട്ട് വേണ്ടെന്ന ഒരു വർത്തമാനം പറയാൻ താങ്കൾക്കിപ്പോൾ മനസ്സനുവദിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാം. അതുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കേൾക്കണം. അതിപ്പോഴാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇല്ലേ, ഉറക്ക നഷ്ടപ്പെട്ടു. അങ്ങനെയാ 12 മണിക്ക് അവിടെ എത്തിയത്. ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പോകുമ്പോഴും വേണ്ട ആണുങ്ങളെ പോലെ പോവുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, കാന്തപുരം ഉസ്താദ് എവിടെയാണ് നിലപാടിൽ പഠിച്ചത്? എവിടെയാണ് സമസ്തയുടെ ആധികാരിക നിലപാടുള്ളത്? ശംസുലുമ പഠിപ്പിച്ചു തന്ന നിലപാട് EK നായനാർ ശംസുലുമയെ വഖഫ് ബോർഡിലെടുത്തു. അന്ന് അപ്പൊ ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് ഇപ്പൊ എന്തായി? മലപ്പുറത്തും പൊന്നാനിലും കൂടി കടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തിക്കണമെങ്കിൽ ഞാനിങ്ങനെ ഇന്നലെ കാരക്കുന്ന് ഭാഗത്ത് കൂടെ പോന്നപ്പോ സങ്കടപ്പെട്ടു പോയി. പാണക്കാട് ആദരണീയരായ ഹൈദരലി ശിഹാബ് തങ്ങൾ റോഡും പക്കത്ത് നിന്ന് വോട്ട് ചോദിക്കണേ. എന്തവസ്ഥയെത്തി മുസ്ലിം ലീഗ്? എന്തേ ഇത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മുസ്ലിം ലീഗ് ശാപം ഏറ്റുവാങ്ങാത്ത ഏതെങ്കിലും പണ്ഡിതന്മാര് മരിച്ചു പോയിട്ടുണ്ടോ? ഈ രാജ്യത്ത് നിസ്വാർത്ഥരായി കടന്നു വന്ന മുഴുവൻ ആലിമീങ്ങളുടെയും വാക്കുകൾ ഏറ്റുവാങ്ങിയവരാ ലീഗ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പാനായിക്കുളം മദ്രസ മുസ്ലിയാർ, വാണിയമ്പല മദ്രസ മുസ്ലിയാർ, ഇവരൊക്കെ മുസ്ലിം ലീഗുമായി എടുത്ത നിലപാടെന്താ? കേവലം AP ഉസ്താദും അതുപോലെ EK ഉസ്താദും മാത്രമാണോ? ഇവിടെ AP ഉസ്താദും ഉള്ളാലത്തെ തങ്ങൾ പാപ്പി മാത്രമാണോ ലീഗിനെ എതിർത്തത്? അല്ല എന്ന് പറയുന്നതിന്റെ തെളിവെന്താണ്? ഇത് 9/10/89 മാതൃഭൂമി. ആ മാതൃഭൂമിയിൽ ഒരു പ്രസ്താവന. ആരാണ് റാവി? ആരുടെ പ്രസ്താവനയാണ്? സാക്ഷാൽ സീതി ഹാജിയുടെ. എന്താണ് പ്രസ്താവന? ലീഗിന് കാന്തപുരം ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക്? അതാ രസം. കാന്തപുരം പ്രശ്നമാണോ അല്ലേന്ന് പ്രശ്നം ആയപ്പോത്തിന് മൂപ്പർക്ക് അത് കാണാൻ തിരില്ലാതെയായി. എന്നാ നോക്കുങ്ങള്, ഇപ്പം നോക്ക്, ഇയാൾ പറയുന്നത് എന്താ? നിങ്ങള് കേരളത്തിലെ മതപണ്ഡിതരിൽ പ്രമുഖരായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, B കുട്ടിയസനാജി എന്നിവരോടൊപ്പം കാന്തപുരവും കൂടി ഒരു കാലത്ത് ലീഗിനെ എതിർത്തിരുന്നു. എന്നിട്ടൊരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കാന്തപുരം ഒറ്റക്കെതിർത്താൽ എന്ത് വരുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഊഹിക്കുന്നുണ്ട്. റോട്ടുമ്മ കൂടെ ലീഗുകാർ വോട്ട് വെച്ച് പോകുമ്പോ കാന്തപുരം എതിർത്താപ്പ് എന്താ ആകുക? അതുകൊണ്ടാണ് AP പെയിലിയ പോയത്. മൂപ്പരെ ചെരുപ്പ് പേര് നിക്കാരപ്പള്ളിന്റെ മുന്നിലുള്ളതെന്ന് പച്ചാപ്പകല് ടോർച്ചടിച്ചു നോക്കുക. അതാ രസം അല്ലേ? വിധി അവിടെ എത്തി. എന്തേ കാരണം? അപ്പൊ നോക്കുങ്ങള്, ഇവിടെ സീരിയാജി പറയുന്ന എന്താണ്? AP അല്ലേ ഒറ്റക്ക് എതിർക്കണുള്ളൂ. പണ്ട് എതിർത്തോലാരാ? കേരളത്തിലെ എല്ലാ അലിമികളും. എന്തേ എതിർക്കാൻ കാരണം? ആലിമീങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതേ ലീഗിലുണ്ടായിട്ടുള്ളൂ. അത് ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിക്കുകയല്ലാതെ. അതാണ് ആദ്യകാലത്ത് ആദ്യകാലത്ത് പരോക്ഷമായി അവരെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അവരെ സഹായിക്കാൻ കഴിയാത്ത ഒരു സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കാനുള്ള കാരണം അതാണ്. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിന്റെ തലതിരിഞ്ഞ നിലപാടുകൾ. ആ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലപാടെടുത്ത ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. ആ EK അബൂബക്കർ മുസ്ലിയാർ അന്ന് ശക്തമായി ലീഗിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പ്രിൻസിപ്പളാണ് EK ഉസ്താദ്. ആ പട്ടിക്കാട് ജാമിയന്റെ കമ്മിറ്റിയാരാ?